എൻ്റെ പേര് അന്നമ്മ. ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു. 15 വർഷമായി എനിക്ക് കണ്ണിൻ്റെ കാഴ്ച. അതായത് സന്ധ്യ ആകുമ്പോഴത്തേന് എനിക്കൊന്ന് ഇരുട്ടായാലും എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഒരു കാര്യവും എനിക്ക് ചെയ്യത്തില്ല. നല്ല നല്ല വെട്ടം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെറുതായിട്ടൊക്കെ അങ്ങനെ പല ഹോസ്പിറ്റലിലും പോയി പല ഡോക്ടർമാരെയും കണ്ടു. എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇനിയും കാഴ്ച കിട്ടത്തില്ല. ഉള്ള കാഴ്ച ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മുമ്പോട്ട് ഇനിയും കിട്ടത്തില്ല. ഒരു ടോർച്ച് കൈ പിടിച്ചോണം എപ്പോഴും. അങ്ങനെ എന്നോട് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടതും ഈ ഡോക്ടറെ പറ്റി കേട്ടതും ഞങ്ങളെ അറിയാവുന്ന ഒരു ഡോക്ടർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ തിരുവല്ലയിലൊരു ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നത്. എനിക്ക് 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ലൈനെ വായിക്കത്തില്ലായിരുന്നു, ഇപ്പൊ 4 ലൈൻ എനിക്ക് വായിക്കാം. സൈഡിലൊക്കെ എനിക്ക് കാണാം. അത്ഭുതമായി, ഇത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഒത്തിരിയും ബുദ്ധിമുട്ടിയതാണ്. പക്ഷെ ഈ ഡോക്ടർക്കും ഈ ഹോസ്പിറ്റലിനും എല്ലാം നന്ദി പറയുന്നു. ഒരു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കയ്യെ പിടിച്ച് എല്ലാ ജോലികളും എനിക്ക് ചെയ്തു തന്നോണ്ടിരുന്നത്. ഇത് ഒത്തിരി ഒരു അത്ഭുതമാക്കി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരു അത്ഭുതമായി തീർത്തിരിക്കുക. അതിന് ഒത്തിരി നന്ദി. ഇന്ന് സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല, ഒരു സ്റ്റെപ്പ് ഇറങ്ങത്തില്ല. കിച്ചണിൽ കയറിയാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ ഡോക്ടറുടെ മുഖമൊക്കെ എനിക്ക് ക്ലിയർ ആയി കാണാം. സൈഡ് ഇരുട്ടാ, പക്ഷെ എനിക്ക് ഇപ്പൊ കൈ അണക്കുന്ന എല്ലാം കാണാം. അതിന് ഞാൻ ഒത്തിരി ഹാപ്പിയാ. ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് എൻ്റെ കണ്ണിന് കിട്ടി. അതിന് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ് ചാക്കോ, അന്നമ്മയുടെ ഹസ്ബൻഡാണ്. ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെയും അപ്രോച്ച് ചെയ്തു, പക്ഷെ ഒരു പ്രയോജനമില്ലാതെ കണ്ണിൻ്റെ നരമ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ നിരാശരായിട്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റിൽ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന. ലാസ്റ്റിൽ ഞങ്ങൾ ഇവിടെ വന്നു. 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തി. വളരെ ഇമ്പ്രൂവ്മെന്റ്. കയ്യെ പിടിച്ചോണ്ട് പോയാൽ ഇപ്പോഴത്തെ സ്റ്റെപ്പ് പോലും കാണാൻ വയ്യ. അത് സൈഡിലുള്ളതൊന്നും കാണാനില്ല, പക്ഷെ ഇപ്പൊ സൈഡിലുള്ളത് കാണാം. വളരെ അത് ഈ നേരത്തെ അടുക്കളയിൽ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവിടെ താഴെ വെച്ചിരുന്നാൽ അത് തപ്പണം, അതുപോലെ കാഴ്ചയില്ലായിരുന്നു. ഇപ്പോ വളരെ ഇമ്പ്രൂവ്മെന്റ് ആണെന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഹോസ്പിറ്റലില് ഇവിടെ ഉണ്ടെന്ന് വാസ്തവത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഓൺലൈനിൽ തപ്പിപ്പിടിച്ചാണ് വന്നത്. പക്ഷെ ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് എല്ലാവരും അറിയണം. ഈ കണ്ണിന്റെ ചികിത്സയ്ക്ക് മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യത്തിനും ഉണ്ട്. പക്ഷെ കണ്ണ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള കണ്ണിന്റെ കാഴ്ചക്കുറവാണെങ്കിലും ഇവിടെ വന്നാൽ അത് സുഖമാകും എന്ന് ഞാൻ പൂർണ്ണമായി അഷ്വർ ചെയ്യുന്നു. എൻ്റെ വൈഫിന് 73 വയസ്സുണ്ട്. ജനറ്റിക് ആണ്. അതുകൊണ്ട് മദറിനുണ്ട്, ജ്യേഷ്ഠത്തിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു പോസിബിൾ അല്ലെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ ഇതിന് അപ്പുറമായിട്ട് ഇത് കാഴ്ച ലഭിച്ചപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടാണ് അത് സാധിച്ചത്. അതിന് ദൈവത്തിന് നന്ദി. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെ അമിക്കബിളാണ്, വളരെ കോപ്പറേറ്റീവ് ആണ്. അവരെല്ലാം ഈ കൈ പിടിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആഹാരവും. പക്ഷേ ഇതിന്റെ എല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഡോക്ടർക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. അത് ഇതെല്ലാം കാരണം ഒരു സ്ഥാപനത്തിൽ ആ സബോർഡിനേറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഡോക്ടർക്ക് പ്രത്യേകം ബി താങ്ക്സ്. നന്ദി മാത്രമേ ഉള്ളൂ ഡോക്ടറെ. ഒത്തിരി ഹാപ്പിയാ.